പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രസംഗത്തിൽ ഇടം പിടിച്ച് കോഴിക്കോട് സ്വദേശി സുബ്രഹ്മണ്യൻ പഴകിയ 23,000-ലധികം വള്ളിക്കസേരകൾ പുനരുപയോഗപ്രദമാക്കിയതിനാണ് പ്രധാനമന്ത്രി പ്രശംസിച്ചത്. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സുബ്രഹ്മണ്യനെ RRR ചാമ്പ്യൻ എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായിട്ടുള്ള മൻ കി ബാത്ത് 10 വർഷം പൂർത്തിയാകുമ്പോൾ അതിന് സന്തോഷിക്കാൻ കോഴിക്കോട് ജില്ലയ്ക്കും ഒരു കാരണമുണ്ട്. കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയായിട്ടുള്ള സുബ്രഹ്മണ്യൻ ചേട്ടൻ്റെ പേരെടുത്തു പരാമർശിച്ചുകൊണ്ടുള്ള സംപ്രേഷണമായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി നടത്തിയത്. ഈ കസേര മെടയിൽ 23,000-ലധികം കസേര മെടഞ്ഞുകൊണ്ട് അത് പുനരുപയോഗിക്കാനുള്ള രീതിയിൽ ജനങ്ങൾക്ക് നൽകിയ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകൾക്ക് നൽകിയ സുബ്രഹ്മണ്യേട്ടൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. സുബ്രഹ്മണ്യേട്ടാ, എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രി പേരൊക്കെ എടുത്ത് പരാമർശിച്ചിരിക്കുകയാണ്, എന്ത് തോന്നുന്നു ഇപ്പോൾ? ഇപ്പം വളരെയധികം സന്തോഷമാണ് ഉള്ളത്. ഈ കസേര മടഞ്ഞ വകയിൽ തന്നെ ജീവിക്കാനുള്ള പൈസയും സാമ്പത്തികമായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ 16 വയസ്സ് മുതൽ 74 വയസ്സ് വരെ കസേര മടഞ്ഞിട്ടുണ്ട്. എനിക്ക് 4 മക്കളുള്ള ഭാര്യയുണ്ട്. പിന്നെ സുഖമായിട്ട് ജീവിക്കുന്ന കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ തൊണ്ടിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ജീവിക്കുന്നു തന്നെ. അതെ, ഇപ്പോൾ ഈ 16-ാം വയസ്സിൽ തുടങ്ങിയതാ, ഇപ്പോൾ 74 വയസ്സായി. ഇത്രയേറെ വർഷത്തിനിടയിൽ എങ്ങനെയായിരുന്നു ഈ കസേര മടയിൻ്റെ ഉപജീവനമൊക്കെ ഇതിനെ കൊണ്ട് സാധ്യമായിരുന്നോ? സാധ്യമായിരുന്നു. അങ്ങനെയാണ് ഈ വീടൊക്കെ ഉണ്ടാക്കിയത്, വേറെ ഇതുമല്ല. ഓർമ്മയുണ്ട് ആദ്യം എത്ര പൈസയായി ഈ കസേര മടഞ്ഞപ്പോൾ കൂലിയായിട്ട് കിട്ടിയെന്നൊക്കെയുള്ള ഓർമ്മയുണ്ടോ? അതിന് ഓർമ്മയുണ്ട്. ആദ്യം കസേര മടഞ്ഞ കൂലിയായിട്ട് 3 ഉറുപ്പ്യാണ്. ഇപ്പോൾ അത് 400 ചില്ലാൻ ഉറുപ്പ്യ വാങ്ങുന്നുണ്ട്. വെറും 3 ഉറുപ്പ്യക്ക് 3-3.5 ഉറുപ്പ്യൊക്കെയാണ് മടഞ്ഞ പൈസ തരിക, ഒരു 10-20 വയസ്സിലൊക്കെ. ഇപ്പോൾ അത് 450 ഉറുപ്പ്യ 460 ഉറുപ്പ്യ ഞാൻ വാങ്ങുന്നുണ്ട് ഒരു കസേരൻ്റെ സീറ്റ് മടഞ്ഞാൽ. അതിന് വയറ് ഞാൻ ഉപയോഗിക്കണം. വയറ് ഞാൻ വാങ്ങിക്കൊണ്ടുപോകും. ഒരു 100-140 ഉറുപ്പ്യൻ്റെ വയറാവും. ബാക്കി എനിക്ക് കൂലിയും കിട്ടും. ഒരു കസേര എത്ര തവണ വരെ ഇങ്ങനെ വള്ളിയൊക്കെ മാറ്റി പുനരുപയോഗിക്കാൻ വേണ്ടി പറ്റും? ഒരു 8 കൊല്ലം 9 കൊല്ലം പ്ലാസ്റ്റിക് അവിടെ നിൽക്കും. തിരിയണ കസേരയും മറ്റുള്ള എല്ലാം മറിയും. സാധാരണഗതിയിൽ ആളുകളൊക്കെ ഒരു തവണ കഴിഞ്ഞാൽ അത് ഒഴിവാക്കി കളയുക ചെയ്യുക. അവിടെയാണ് സുബ്രഹ്മണ്യേട്ടൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഓഫീസർമാർ വിളിക്കുകയാണ് എന്നെ ചെയ്യുക. എന്നിട്ട് കയ്യിൽ ഫണ്ടിലെ പൈസ ഇല്ലെങ്കിൽ അവർ സ്വന്തം കൈമന്ന് എടുത്തങ്ങായി തരും. എൻ്റെ അടുത്ത് റെസീറ്റും വാങ്ങി വെക്കും. എവിടെയൊക്കെ ഇത്തരത്തിൽ ഇങ്ങനെ ഈ കസേര മടഞ്ഞു കൊടുത്തിട്ടുണ്ട് രണ്ടാമത് പുനരുപയോഗിക്കാൻ വേണ്ടിയിട്ട്? LIC, സിവിൽ സ്റ്റേഷൻ, ആകാശവാണി, എല്ലാ ഓഫീസിലും, PWD അങ്ങനത്തെ എല്ലാ ആരാ വിളിക്കുന്ന വെച്ചാൽ അവിടെ പോയി മടഞ്ഞു കൊടുക്കും. വീടുകളിൽ ചെയ്ത് കൊടുക്കാറുണ്ടോ? ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ എത്ര എണ്ണം വരെയൊക്കെ ഒരു ദിവസം മടയുക? ഏറ്റവും കൂടുതൽ ഒരു ദിവസം എത്ര എണ്ണൊക്കെയാണ് മടഞ്ഞിട്ടുണ്ട്? 6 എണ്ണമൊക്കെ ചെറുപ്പത്തിൽ മടഞ്ഞിട്ടുണ്ട്. ഇപ്പം 2 എണ്ണം മടഞ്ഞാൽ ഞാൻ നിർത്തും, ഇങ്ങോട്ട് പോരും. അതായത് നമ്മൾക്കിപ്പോൾ പുനരുപയോഗിക്കാൻ പറ്റുന്ന രീതി, അതായത് ഒരു തവണ ഉപയോഗിച്ച് അത് കാലപ്പഴക്കം വന്ന് പോയി പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എത്ര മടഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി സംഖ്യ ഓർമ്മയുണ്ടാവുമോ? സംഖ്യ ഓർമ്മയില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം എന്തായാലും പ്രധാനമന്ത്രിയൊക്കെ ഇങ്ങനെ അതുകൊണ്ട് തന്നെയായിരിക്കും പ്രധാനമന്ത്രിൻ്റെ ഒരു അംഗീകാരം കിട്ടിയത്. അപൂർവം ചില ആളുകളിൽപ്പെട്ട ഒരാളായിട്ടാണ് മാറിയിട്ടില്ലേ? കുറച്ച് ആളുകളെ കുറിച്ചൊക്കെ പറയുന്നുള്ളൂ. അതായത് ഈ മൻ കി ബാത്ത് കൊണ്ട് ഒരുപാട് ഉൾനാടുകളിലുള്ള ആളുകളെ കുറിച്ച് പുറത്തേക്ക് അറിയുന്നുണ്ട്. അങ്ങനെ ഒരാളാവാൻ വേണ്ടി സുബ്രഹ്മണ്യേട്ടന് പറ്റി. അതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും സുബ്രഹ്മണ്യേട്ടൻ വലിയ സന്തോഷത്തിലാണ്. അതോടൊപ്പം കോഴിക്കോടും ഒളവണ്ണയും ഒക്കെ സന്തോഷത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ മാതൃക കാരണം RRR ചാമ്പ്യൻ എന്നായിരുന്നു പ്രധാനമന്ത്രി അദ്ദേഹത്തെ പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ മാതൃക എല്ലാവർക്കും പിന്തുടരാൻ സാധിക്കട്ടെ.